ഇനി നമുക്ക് ഈ കാണുന്ന വാട്ടർമെലൺ സ്ക്വിഷ് ചെയ്തെടുത്താലോ. അപ്പം ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് വാട്ടർമെലൺ. വേറൊന്നും കൊണ്ടല്ല, വരയ്ക്കാൻ സിമ്പിളാണ്. ഇതും സ്ട്രോബെറിയൊക്കെ ഏകദേശം വരയ്ക്കുന്നതൊക്കെ ഒരുപോലെ ആയിരിക്കും. കളറാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈനും എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം എളുപ്പമുള്ളതിന് ഞാനങ്ങ് തിരഞ്ഞെടുത്തു. ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കണമെന്നാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണമെന്ന്. കുറേ ചാനൽസിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഐറ്റം. അപ്പം നമ്മുടേതായ ഒരു രീതിയിൽ ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴുണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവോ, മേടിക്കാനുള്ള പൈസ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മുടെ ബോണ്ട് പേപ്പർ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത്രയ്ക്ക് വീതിയുള്ള സെല്ലോ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു സെല്ലോ ടേപ്പ് കൊണ്ടായാലും നമുക്കിത് ഉണ്ടാക്കാം. അപ്പം പൈസ ഇല്ല, അതേപോലത്തെ സാധനം മേടിക്കാൻ പറ്റണില്ല എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. പിന്നെ ഗീവ് അവേയുടെ കാര്യം മറന്നിട്ടൊന്നുമല്ല, നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം ഉറപ്പായിട്ട് നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വാട്ടർമെലൺ സ്ക്വിഷി അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. സെല്ലോ ടേപ്പും നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പേപ്പർ വെച്ചിട്ടായാലും നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ബാക്ക് സൈഡും കൂടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഐറ്റം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.